ഹലോ, ഇത് നമുക്ക് ഓണസദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തക്കായും ചേനയുമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നന്നായി കഴുകി അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വേവിക്കുക. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി തേങ്ങയും പച്ചമുളകും ഒരു കഷ്ണം ഉള്ളിയും ആവശ്യത്തിന് ജീരകമാണ് കേട്ടോ എടുക്കുന്നത്. ഇതെല്ലാം നന്നായി കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ അരപ്പിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പം നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് ഡയറക്റ്റ്ലി വെന്ത കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരപ്പിൽ കിടന്നിട്ട് ഈ കഷ്ണങ്ങൾ ഒരു 2 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ ഇങ്ങനെ കുക്കായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് തൈര്, കട്ട തൈരാണ് കേട്ടോ എടുക്കേണ്ടത്. കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളപ്പിക്കരുത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. കടുകും ഉലുവയും മുളകും കറിവേപ്പിലയാണ് കേട്ടോ ചേർക്കുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ കാണാം. ബൈ.